2025 അതായത് നിലവിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും എന്യൂമറേഷൻ ഫോമുകൾ BLOമാർ വിതരണം ചെയ്യുമ്പോൾ നമ്മിൽ പലർക്കും കിട്ടാതെ വരുമ്പോൾ നമ്മുടെ പേര് 2025 വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായി വരുന്നു. കാരണം അതായത് 2025 നിലവിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തന്നെ എന്യൂമറേഷൻ ഫോം നൽകുന്നതാണ്. അപ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് 2025 വോട്ടർ പട്ടിക പരിശോധിച്ച് നോക്കാം. അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇലക്ടോറൽ സെർച്ച് .eci.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞ ഈ ഒരു പേജിലാണ് പ്രവേശിക്കുന്നത്. ഇതിൽ ഏറ്റവും മുകളിൽ തന്നെ സെർച്ച് ഇൻ ഇലക്ടറൽ റോൾ എന്ന് കാണാം. സെർച്ച് ബൈ എപ്പിക് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. താഴെ സെലക്ട് ലാംഗ്വേജ്, ആവശ്യമുള്ള ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇലക്ഷൻ ഫോട്ടോ ID കാർഡിലുള്ള നമ്പറാണ് എപ്പിക് നമ്പർ ചോദിച്ചിട്ടുള്ളത്. അത് ആ എപ്പിക് കാർഡിൽ എങ്ങനെയാണോ അതുപോലെ ടൈപ്പ് ചെയ്യുക. തുടർന്ന് സെലക്ട് യുവർ സ്റ്റേറ്റ്, സംസ്ഥാനം തിരഞ്ഞെടുക്കുക, കേരള. തൊട്ട് താഴെ ക്യാപ്ച കണ്ടതുമാതിരി ടൈപ്പ് ചെയ്യുക. തുടർന്ന് സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ എപ്പിക് നമ്പർ, പേര്, വയസ്സ്, റിലേറ്റീവ് നെയിം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഏത് അസംബ്ലി മണ്ഡലത്തിൻ്റെ പരിധിയിലാണോ നമ്മൾ താമസിക്കുന്നത് അത്, 104 ആലപ്പുഴ, ഏത് സ്ഥലത്താണ് നമ്മൾ വോട്ട് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ, പാർട്ട് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത് 174 ടൈനി ടോട്ട്സ്, പാർട്ട് സീരിയൽ നമ്പർ, നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് കിടക്കുന്നത് ഏത് ക്രമനമ്പറിലാണ് 140. ഇത്രയും വിവരങ്ങൾ. കൂടുതലായി വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ആക്ഷൻ എന്നുള്ളതിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിവരങ്ങൾ നമുക്ക് വോട്ടറുടെ വിശദാംശങ്ങൾ കാണാൻ കഴിയും.